6 വിഭാഗത്തിലേക്ക് ഈ രാവിലും അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടാവില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പം അതിൽ നമ്മൾ പെട്ടാൽ സുബിഹി വരെ കുത്തി മറിഞ്ഞ് സുജൂദിൽ കിടന്ന് കരഞ്ഞ് ദ്വരന്നിട്ടും കാര്യമല്ല, അള്ളാന്റെ റഹ്മത്ത് കിട്ടൂല. ആ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അല്ലാഹു നരകത്തിൽ നിന്ന് എത്തക്ക് നൽകും. കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിനനുസരിച്ച്. ولا إلى مشاهن ولا إلى مسبل ولا إلى عاقل والدين ولا إلى قاطع رحم ولا إلى مدمن الخمر. 6 ദുസ്വഭാവങ്ങളുള്ളവർ അവരിലേക്ക് രാവിലും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമില്ല. ഈ രാവിൽ പോലും അള്ളാന്റെ റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങുന്ന ഈ രാവിൽ പോലും അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടം അവരിലേക്കില്ലെങ്കിൽ ഉറപ്പിച്ചോളൂ, പിന്നെ ഒരു രാവിലും ഒരു പകലിലും അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടം അവർക്ക് കിട്ടൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആരാണ് ഈ വിഭാഗം? ഒന്നിലാ യൻളുറുല്ലാഹു ഫീഹി ഇലാ മുശ്രിക്കിൻ. മുശ്രിക്കിലേക്ക് അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടം ഉണ്ടാവില്ല. ഷിർക്കിൻ്റെ വാക്കുകൾ പറയുക, ഷിർക്കിൻ്റെ വിശ്വാസങ്ങളുമായി നടക്കുക, ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങളുമായി നടക്കുന്നവർ അവരിലേക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ല. വലാ ഇലാ മുഷാഹിനിൻ. ഹൃദയത്തിൽ മറ്റുള്ളവരോട് അസൂയയും വെറുപ്പും പകയും വിദ്വേഷവും പ്രതികാര ബുദ്ധിയുമായി നടക്കുന്നവർ അവരിലേക്കും അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടമുണ്ടാവില്ല. അപ്പം നമ്മുടെ കൂട്ടത്തിൽ എത്ര ആൾക്ക് കിട്ടുമെന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കുക. എനിക്ക് കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുക. മറ്റൊരാളോട് ഹൃദയത്തിൽ മുഷാഹിനി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഷഹനാവുമായി നടക്കുന്നവർ. എന്താണ് ഈ ഷഹനാ? എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് വെറുപ്പ്, അസൂയ, പിണക്കം, പ്രതികാര ബുദ്ധി, ദേഷ്യം. ദീനിൻ്റെ പേരിലാണെങ്കിലൊക്കെ പ്രശ്നമൊന്നുമില്ല, അതിന് അല്ലാഹുവിന് കൂലിട്ടും. ഇത് ദീനൊന്നല്ല വിഷയം. ദുനിയാവിൻ്റെ അപ്പക്കഷ്ണത്തിന് വേണ്ടി, ദുനിയാവിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു വിഷയത്തിലുള്ള വെറുപ്പാണ്, അസൂയയാണ്, പകയാണ്, വിദ്വേഷമാണ്, പ്രതികാര ബുദ്ധിയാണ്. അത് കൽബിലുണ്ടെങ്കിൽ യാ അല്ലാഹ്, നേരം വെളുക്കോളം സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ല. വലാ ഇലാ മുസ്ബിലിൻ. ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചയച്ച് നടക്കുന്ന പുരുഷന്മാർ. അത് സ്ത്രീകൾക്ക് ബാധകമല്ല. പുരുഷന്മാർ ഞെരിയാണിക്ക് താഴെ അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചയച്ച് നടക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന പുരുഷന്മാരിലേക്ക് അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ല. വലാ ഇലാ അഖിൽ വാലിദൈൻ. ഉമ്മാനും ബാപ്പാനും വേദനിപ്പിക്കുക, വിഷമിപ്പിക്കുക, വെറുപ്പിക്കുക, ആ സ്വഭാവമുള്ള ആളുകൾ അവർ ആ നിലയിൽ ഇബാദത്ത് ചെയ്തിട്ട് കാര്യമല്ല, അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ല. വലാ ഇലാ മുദ്മിനിൽ ഖംർ. ലഹരി ഉപയോഗിക്കുന്നവർ, ലഹരി വിൽക്കുന്നവർ, ലഹരിയുടെ വിഷയത്തിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ, ഇങ്ങനെ ലഹരിയുമായി ബന്ധപ്പെട്ട കള്ള്, കഞ്ചാവ് എന്തോ ആവട്ടെ ആ വിഷയത്തിൽ സഹകരിക്കുന്നവർ അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഉണ്ടാവില്ല. അതൊക്കെ ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാക്കട്ടെ. ഇന്നൊരു കുടുംബം വിളയിൽ വന്നിരുന്നു രാവിലെ തന്നെ. അങ്ങനെ ഒരു 5-6 ആളുകളുണ്ട്. അവർ പാണ്ടിക്കാട് ഭാഗത്തുനിന്ന് വന്നതാണ്. അവസാനം ഇറങ്ങാൻ നേരത്തെ ഒരു സഹോദരി പറഞ്ഞു, ഉസ്താദെ, എൻ്റെ ആങ്ങള അവൻ ദാറുൽ ഹുദയിൽ ഹുദവി കോഴ്സിന് വേണ്ടി ചേർത്തിയതായിരുന്നു. 6-7 കൊല്ലം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്നൊക്കെ ആയിട്ട് പോന്ന് ഒരു പ്രത്യേക സ്വഭാവമാണ്. കഞ്ചാവും അനുബന്ധ ലഹരിക്കൊക്കെ എൻ്റെ ആങ്ങള അടിമയാണ്. ഞങ്ങൾ 4 പെൺമക്കളാണ്, ഞങ്ങൾക്കുള്ളൊരു ആങ്ങളയാണത്. എല്ലാ തമ്മാടത്തിലും എൻ്റെ അടുത്തുണ്ട്. എന്തൊരു വേദനയാണ് റബ്ബേ ഇതൊക്കെ കേൾക്കുമ്പോൾ. അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. ആ ഷർറിന്നൊക്കെ അള്ളാഹു ഒന്ന് രക്ഷപ്പെടുത്തട്ടെ. നമ്മളിൽ തന്നെ പലരുടെയും മക്കൾ, പ്രിയപ്പെട്ടവരെ, നമ്മളെ മുന്നിൽ അവർ നല്ലവരാണെങ്കിലും അവരുടെ കൂട്ടുകെട്ടിൽ പെടുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള തിന്മകളുടെ പിന്നാലെ അറിയാതെ കൂട്ടുകെട്ടിൻ്റെ കെണിയിൽപ്പെട്ടവരെത്തിപ്പെടുന്നത് എത്രമേൽ വേദനാജനകമാണ്. അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ. അങ്ങനത്തെ കാരാക്കൂസ് കമ്പനിയിൽ നിന്നൊക്കെ അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെയും പേരമക്കളെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ. വലാ ഇലാ മുദ്മിനിൽ ഖംർ. ലഹരിയുമായി ഏതെങ്കിലും നിലയിൽ ബന്ധം സ്ഥാപിക്കുന്നവരിലേക്ക് അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടുണ്ടാവില്ല. വലാ ഇലാ ഖാതിഇ റഹിമിൻ. കുടുംബ ബന്ധം മുറിച്ച് നടക്കുന്നവർ, കുടുംബബന്ധം മുറിച്ച് നടക്കുന്നവർ സഹോദരീ സഹോദരന്മാരോട്, ബാപ്പയുടെ സഹോദരീ സഹോദരന്മാരോട്, ഉമ്മയുടെ സഹോദരീ സഹോദരന്മാരോട്
അവരോടൊക്കെ തെറ്റി നടക്കുന്നവരുണ്ടല്ലോ, കുടുംബ ബന്ധം മുറിച്ച് നടക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകളിലേക്കൊന്നും ഈ രാവിൽ പോലും അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടുണ്ടാവില്ല എന്ന് എന്നോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു കാക്കട്ടെ. രാമീൻ പറഞ്ഞേക്ക് അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് നമ്മൾ നേരാവണ്ണം ഒന്ന് ചിന്തിക്കുക. ഏതെങ്കിലും തരത്തിൽ ഇതുപോലുള്ള ഏതെങ്കിലും അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു ടീമിൽ നമ്മൾ പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ രാവാകുന്നതിന് മുമ്പ് അതിൽ നിന്ന് രാജിയാവുക. മനസ്സറിഞ്ഞ് റബ്ബിനോട് പറയുക, പഠിച്ചോനെ ഇന്നിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആ ടീമിൽ നിന്ന് പുറത്തു വന്നു. എന്നിട്ട് ആ രാവിനെ ഉപയോഗപ്പെടുത്തുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു രാവിനെ ഖുർആൻ ഇറക്കി നമ്മൾക്ക് ആദരവാക്കി തന്ന അള്ളാഹു ഉണ്ടല്ലോ, ആ അള്ളാഹുവിന് നന്ദിയായി പിറ്റേന്ന് നോമ്പ് എടുക്കുക. അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ശഅബാൻ 15 രാവ് വന്നാൽ രാത്രിയെ നല്ലോണം ഇബാദത്ത് കൊണ്ട് ഉപയോഗപ്പെടുത്തണം. വസൂമു യൗമഹ, അതിൻ്റെ പകൽ നിങ്ങൾ നോമ്പെടുക്കുകയും വേണം. തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് നിയ്യത്ത് ചെയ്യാം. റമളാനിൽ വല്ലതും ഖലാ ആയിട്ടുണ്ടെങ്കിൽ അത് ഖലാ വിട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. പിന്നെ ശഅബാൻ 15 എല്ലാ അറബി മാസവും 13, 14, 15 അയ്യാമുൽ ബീലിൻ്റെ ദിവസമാണ്. അന്ന് നോമ്പ് സുന്നത്താണ്. അപ്പോൾ അയ്യാമുൽ ബീലിൻ്റെ സുന്നത്ത് നോമ്പ് എന്ന് നിയ്യത്ത് ചെയ്യാം. ഒപ്പം ശഅബാൻ 15 സുന്നത്ത് നോമ്പും ഒരൊറ്റ 4 നിയ്യത്ത് കൊണ്ട് ഒറ്റ നോമ്പാണെങ്കിലും 4 നോമ്പിൻ്റെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? നിയ്യത്ത് 4 എണ്ണാണ്ട് ചെയ്താൽ 4 നോമ്പിൻ്റെ കൂലി അതിന് കിട്ടും. അന്ന് നമ്മൾ നോമ്പെടുക്കണം. ഒന്നും കൂടി ഞാൻ പറയാണ്, അന്നൊക്കെ ഇങ്ങനെ എല്ലാ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടി ദുആ ചെയ്യാനുള്ളൊരു മജ്ലിസ് കിട്ടുക എന്ന് പറഞ്ഞാൽ പരമാവധി ഉപയോഗപ്പെടുത്തണമല്ലോ.